സ്ത്രീധന പീഡന പരാതിയിൽ അനാവശ്യമായ കാലതാമസം പാടില്ലെന്ന് നിയമസഭാ സമിതി. സ്ത്രീധന പീഡന പരാതികളിലെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ അനാവശ്യമായ കാലതാമസം പാടില്ലെന്ന് നിയമസഭാ സമിതി. പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പരാതികളിൽ ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ഇടപെടരുതെന്നും ഇത്തരത്തിൽ സമിതിയിൽ വരുന്ന പരാതികൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട സമിതിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടായി നൽകുമെന്നും തുടർന്ന് വരുന്ന സമിതി യോഗങ്ങളിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കി. സ്ത്രീകളുടെയും കുട്ടികളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യു പ്രതിഭ MLA അധ്യക്ഷതയിൽ ചേർന്ന നിയമസഭാ സമിതി തെളിവെടുപ്പിലാണ് ഇക്കാര്യം പറഞ്ഞത്. നിയമസഭാ സമിതിയിലെ മറ്റ് MLA-മാരായ സെബാസ്റ്റ്യൻ കളത്തുങ്കൽ, OS അംബിക, K ശാന്തകുമാരി, ദലീമ ജോജോ, CK ആശ എന്നിവരും ആലപ്പുഴ കളക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, ADMS സന്തോഷ് കുമാർ, വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ഓഫീസർ L ഷീബ, സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ AO അബീൻ തുടങ്ങിയവരും സംബന്ധിച്ചു. തെറ്റിദ്ധാരണയുടെ പുറത്ത് അറസ്റ്റ് ചെയ്യുന്ന കേസുകളിൽ പോലീസ് സംയമനത്തോടെ ഇടപെടണമെന്നും മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുന്നത് ഒരു തരത്തിലും പാടില്ലെന്നും സമിതി നിർദ്ദേശിച്ചു. 9 പരാതികളാണ് സമിതി പരിഗണിച്ചത്. ഇതിൽ 1 തീർപ്പാക്കി. മറ്റു പരാതികൾ കൂടുതൽ സിറ്റിംഗിനായി മാറ്റിവെച്ചു. ഇന്ന് ലഭിച്ച 17 പുതിയ പരാതികൾ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറി അവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പരിഗണിക്കും. ലക്ഷ്യം മുൻനിർത്തി രൂപീകരിച്ച കേരള നിയമസഭയുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമം സംബന്ധിച്ച സമിതി ഇപ്പോൾ അത് 99ഓടുകൂടി ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും 2018ഓടുകൂടി ട്രാൻസ്ജെൻഡറുകളുടെ ക്ഷേമവും കൂടി ഉൾപ്പെടുത്തി വളരെ വിപുലമായ ഒരു പ്രവർത്തന മേഖലയുള്ള സമിതിയുടെ ആലപ്പുഴ ജില്ലാ വിസിറ്റാണ് ഇവിടെ ഇന്ന് രാവിലെ കഴിഞ്ഞത്. അതിൽ 9 പരാതികളായിരുന്നു നിലവിൽ ഈ സമിതി മുമ്പാകെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 9 എടുത്തു. അതിൽ 1 പൂർണ്ണമായി ഏകദേശം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്, ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടത്. അതിലിനി ബാക്ക്ലോഗിനെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ക്ലാരിറ്റി കൂടി വരുത്തി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പരിഹരിക്കാം. മറ്റൊന്ന് നമ്മുടെ തദ്ദേശഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് വഴി കിട്ടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു പരാതിയായിരുന്നു. അതിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയും അവിടുത്തെ ഭരണസമിതിക്കും അതിനകത്തൊരു വലിയ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് ഞങ്ങൾ അവരിലേക്ക് ഒന്ന് കൊടുത്തുകൊണ്ടാണ് അതിനകത്ത് ഇടപെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രമോഷൻ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ട് തന്ന ചെട്ടുകുളങ്ങര സ്കൂളിൽ നിന്ന് അത് വളരെ ജെനുവിനായിട്ടുള്ള ഒരു പരാതിയാണ് എന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വിസിറ്റിൽ